യെസ്, അപ്പോൾ ഞാൻ ഓടിച്ചുകൊണ്ടിരിക്കുന്നത് മോജോ 300, ഏറ്റവും പുതിയ മോജോ ആണ്, മോജോ ABS. അപ്പോൾ ഇതിനെ കയറി ഇരുന്ന് ഓടിക്കുമ്പോൾ തന്നെ ഉണ്ടല്ലോ, മോജോ എന്ന് പറഞ്ഞാൽ ശരിക്കും മോജോ ഓടിക്കണവർക്ക് അതറിയാം. മോജോ എന്ന് പറഞ്ഞൊരു ഫീലാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ആ ഫീല് കിട്ടണമെങ്കിൽ ഈ വണ്ടിയിൽ നിന്ന് മാത്രമേ ആ ഫീല് കിട്ടുള്ളൂ. ഈ വണ്ടീനെ റീപ്ലേസ് ചെയ്യാൻ അല്ലെങ്കിൽ ഈ വണ്ടിക്ക് പകരം ആയിട്ടൊരു വണ്ടി എന്ന് പറയാൻ വേറൊരു വണ്ടിയില്ല. കാര്യം ഇതിൻ്റെ ആ ഒരു സീറ്റിംഗ് പൊസിഷൻ ആയാലും അതിൻ്റെ ആ ഒരു ടൂറിങ്ങിൻ്റെ ഒരു മെയിൻ ഒരു ടൂറിങ് കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ബിൽഡ് ചെയ്ത ഒരു മോഡലാണ് ഈ മോജോ 300 എന്ന് പറയുമ്പോഴത്തേക്കും. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ നമ്മുടെ ഹാൻഡിലിങ്ങിലേക്ക് പോവാം. വണ്ടി ഇപ്പോൾ ഈ ഒറ്റൊരു മോഡലേ ഉള്ളൂ, അതായത് അപ്സൈഡ് ഡൗൺ ഫോക്സ് മാറ്റി ടെലിസ്കോപ്പിക് സസ്പെൻഷൻ ആക്കി. അപ്പോൾ ഈ മോഡൽ എന്ന് പറയുമ്പോൾ വണ്ടി ഭയങ്കര നിമ്പിളാണ്. നമുക്ക് ആ 160 kg ആണ് വണ്ടിയുടെ വെയിറ്റ്. അപ്പോൾ ആ വെയിറ്റൊന്നും നമുക്ക് ഒരിക്കലും ഫീൽ ചെയ്യില്ല. നമ്മൾ ട്രാഫിക്കിൽ കൂടി ആയാലും വണ്ടി വെറുതെ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് ഫ്ലിക്ക് ചെയ്ത് വണ്ടി കൊണ്ടുപോകാം, സുഖമായിട്ട് കൊണ്ടുപോകാം നമുക്ക്. പിന്നെ ഇതിൻ്റെ പവർ ഡെലിവറി എന്ന് വെച്ചാൽ എല്ലാം പക്ക ഒരു ടു ദ മാർക്ക് പവർ ഡെലിവറി ആണ് ഫുള്ള്. കാര്യം ഇതിൻ്റെ ഓരോ ഗിയറിലും ആ ഒരു ഇനീഷ്യൽ നമുക്ക് കിട്ടുന്ന ആ ഒരു പവർ, ടോർക്ക് നമുക്ക് ശരിക്കും 5500 RPM നമുക്ക് ടോർക്ക് കിട്ടും. അപ്പോൾ ആ ടോർക്ക് നമുക്ക് 5500 RPM എന്ന് പറയുമ്പോൾ ഭയങ്കര താഴെയാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് വണ്ടി ഇനീഷ്യൽ ഗിയറിലൊക്കെ പെട്ടെന്ന് വണ്ടി കയറിപ്പോവും. പക്ഷെ നമുക്ക് ചെറിയൊരു ലാഗ് ഫീൽ ചെയ്യും. പവർ ആ കറക്റ്റ് ആ വണ്ടി ഒന്ന് കയറി പോവാൻ. ബട്ട് ആ ഇനീഷ്യൽ ജമ്പ് നമുക്ക് എല്ലാ ഗിയറിലും ഈക്വലി ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ശരിക്കും. പിന്നെ ഇതൊരു പ്രോട്ടോടൈപ്പ് വണ്ടിയാണ്, ഞാൻ പിന്നെയും പറയുന്നു, ഇതൊരു പ്രോട്ടോടൈപ്പ് വണ്ടിയാണ്. അപ്പോൾ ഇതിന് കുറച്ച് റെസ്ട്രിക്ഷൻസും പിന്നെ കുറച്ച് ഇനി ഇമ്പ്രൂവ് ചെയ്യാനുണ്ട് വണ്ടി. കുറച്ച് വൈബ്രേഷനും കാര്യങ്ങളും. ശരിക്കും മോജോയ്ക്കൊന്നും ഒരു വൈബ്രേഷനും ഇല്ലാത്തൊരു മോഡലാണ്. ഭയങ്കര റിഫൈൻഡ് ആണ് ഇതിൻ്റെ എൻജിൻ ശരിക്കും പറഞ്ഞാൽ. പിന്നെ നെക്സ്റ്റ് ഒരു പുതിയ കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് പുതിയതായിട്ട് ഇതിൽ ആഡ് ചെയ്തേക്കുന്ന ഒരു കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ABS. മോജോയുടെ ബ്രേക്കിംഗ് ഓൾറെഡി ഇറ്റ്സ് പെർഫെക്റ്റ്, ആ വണ്ടിക്ക് പറ്റിയൊരു ബ്രേക്കിംഗ് ആണ്. ബട്ട് ABSും കൂടെ വന്നപ്പോഴത്തേക്കും ഈ വണ്ടിക്ക് ദ ബെസ്റ്റ് ബ്രേക്കിംഗ് സിസ്റ്റം എന്ന് ഞാൻ വേണേൽ പറയാം. കാര്യം ഈ ഒരു വെയിറ്റും ഈ ഒരു സെഗ്മെൻറ്റിലും എനിക്ക് തോന്നുന്നത് ഏറ്റവും അടിപൊളിയായിട്ട് ബ്രേക്കിംഗ് ഇതിൻ്റെ ആ വെയിറ്റ് പവർ ടു വെയിറ്റ് റേഷ്യോ ഒക്കെ വെച്ച് നോക്കുവാണെങ്കിൽ എനിക്ക് തോന്നുന്നത് ഏറ്റവും ബെസ്റ്റ് ബ്രേക്കിംഗ് ഇപ്പോൾ ഉള്ള ഒരു വണ്ടി മോജോ 300 തന്നെയാണ് മഹീന്ദ്രയുടെ. സീറ്റിംഗ് കംഫർട്ടൊക്കെ ജസ്റ്റ് എന്താ പറയുക, ഈ വണ്ടി പക്ക ഒരു ടൂറിങ് വണ്ടിയാണ് ശരിക്കും പറഞ്ഞാൽ. നമുക്ക് സീറ്റിംഗ് കംഫർട്ടൊക്കെ ഭയങ്കര റിലാക്സ്ഡ് ആണ്. നമ്മൾ ഫുൾ നല്ല അപ്രൈറ്റ് പൊസിഷനിലാണ് നമ്മൾ ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ആ ഒരു ഭയങ്കര നമുക്ക് ട്രാഫിക്കിലൊക്കെ ആയാലും നമുക്ക് ഭയങ്കര സുഖമായിട്ട് ഇത് നമുക്ക് മെനൂവബിളാണ് വണ്ടി. സീറ്റ് അത്യാവശ്യം കുഷൻഡ് സീറ്റാണ്. നമുക്ക് വലിയ അത്ര ഹാർഡോ അത്ര സോഫ്റ്റോ ഒന്നുമല്ല, ഒരു മിഡ് റേഞ്ച് ലെവലിലുള്ളൊരു സീറ്റാണ് ഇതിൻ്റെ മെറ്റീരിയൽ വന്നേക്കണേ. അപ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല ലോങ് ഒക്കെ പോകാനും നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു സീറ്റാണ്. പിന്നെ മോജോയുടെ സീറ്റിനെ പറ്റി അങ്ങനെ വലിയ കംപ്ലയിൻസ് ആയിട്ടൊന്നും നമ്മളധികം കേട്ടിട്ടില്ല. കാര്യം എല്ലാം പെർഫെക്റ്റ്ലി ബിൽഡ് സീറ്റാണ്. പണ്ട് ഒരു പില്യൺ സീറ്റ് ഭയങ്കര ചെറുതായെന്ന് തോന്നി, അതവർ ഭയങ്കര അത്യാവശ്യം ഇപ്പോൾ നല്ല വൈഡ് ആക്കിയിട്ടുണ്ട് പില്യൺ സീറ്റ്. അപ്പോൾ അതിൻ്റെ കംഫർട്ടും നല്ല രീതിയിൽ കൂടിയിട്ടുണ്ട്. ഇപ്പോൾ വണ്ടിയുടെ സസ്പെൻഷൻ എന്നൊക്കെ പറഞ്ഞാൽ അത്യാവശ്യം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സസ്പെൻഷനാണ്. നമുക്ക് അത്ര ഹാർഡല്ല. റിയർ സസ്പെൻഷൻ ആയാലും ഫ്രണ്ട് സസ്പെൻഷൻ ടെലിസ്കോപ്പിക് ആയതുകൊണ്ടും നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ സോഫ്റ്റാണ് ഫ്രണ്ട് സസ്പെൻഷൻ. അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് ദൂരമായി വണ്ടി ഓടിക്കണം, ഒരു 10-20 കിലോമീറ്ററോളം ഈ വണ്ടി ഓടിക്കണം. അപ്പോൾ വണ്ടി ഇപ്പോൾ ഇത്രയും നേരം ഓടിച്ചിട്ട് എനിക്ക് ഒരു കുഴപ്പവും ഫീലായില്ല. നീദർ നമുക്ക് ഷോൾഡർ പെയിനോ അങ്ങനെ ഒന്നും, കൈ വേദനയോ അല്ലെങ്കിൽ നമുക്കൊരു സുഖമില്ലാത്തൊരു റൈഡിങ് പൊസിഷനോ അങ്ങനെയൊന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. വണ്ടി നല്ല രീതിയിൽ സ്മൂത്ത് ആൻഡ് കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു വണ്ടിയാണ്. നമുക്ക് സിറ്റി ട്രാഫിക്കിലൊക്കെ വണ്ടി ശരിക്കും നല്ല രീതിയിൽ നമുക്ക് വെട്ടിച്ചുകൊണ്ട് നടക്കാം. കൂടാണ്ട് നമുക്ക് ഈ എന്തായാലും ഇപ്പോൾ അറിയാം എല്ലാവർക്കും നമ്മുടെ ഈ കൊച്ചിയിലെ ട്രാഫിക്കൊക്കെ നല്ല രീതിയിൽ കൂടുന്നതാണ് എപ്പോഴും. അപ്പോൾ നമുക്ക് ട്രാഫിക്കിലൂടെയൊക്കെ നല്ല രീതിയിൽ കമ്മ്യൂട്ട് ചെയ്ത് പോകാൻ പറ്റിയ ഒരു വണ്ടിയാണ് മോജോ ABS. നമുക്കിപ്പോൾ ഭയങ്കര സമാധാനത്തോടെ പീസ്ഫുള്ളായിട്ട് ഓടിക്കണമെങ്കിൽ നമുക്ക് ഒരു 4000 അല്ലെങ്കിൽ 3000 RPM ഗിയർ ചേഞ്ച് ചെയ്ത് നമുക്ക് പീസ്ഫുള്ളായിട്ട് ക്രൂസ് ചെയ്ത് നടക്കാം. ഓർ നമുക്കിപ്പോൾ പൊളിക്കണമെങ്കിൽ, നമുക്ക് ഇങ്ങനെയൊക്കെ പൊളിക്കണമെങ്കിൽ നമുക്ക് അങ്ങനെയും വണ്ടി നമ്മളെ
ഫുൾ സപ്പോർട്ടായിരിക്കും. വണ്ടിയുടെ അടുത്തുനിന്ന് നമുക്ക് ഒരു ബുദ്ധിമുട്ടും ഫീൽ ചെയ്യില്ല. വണ്ടി നമ്മുടെ എല്ലാ ടൈപ്പ് ഓഫ് ഡ്രൈവിങ്ങിനും പക്ക ആൻഡ് പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു വണ്ടിയാണിത്. XT-യിൽ വന്നുകൊണ്ടിരുന്ന പിറലിയുടെ റോസോ 2 എന്ന് പറഞ്ഞ ടയറാണ്. അതെന്നൊക്കെ പറഞ്ഞാൽ എന്താ പറയുക, അത് ശരിക്കും റോഡ് ടയറാണ്. ചൂടാകുമ്പോൾ തോറും കൂടുതൽ സ്റ്റിക്ക് ചെയ്ത് നിൽക്കും റോഡിലേക്ക്. ഇപ്പോൾ കിടക്കുന്ന ടയറും ഏഞ്ചൽ സി ടി എന്ന് പറഞ്ഞ ടയറാണ്. ആ ടയറായാലും നല്ല ടയറാണ്. നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ റോഡിൽ ഗ്രിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ABS ഉള്ളത് കൊണ്ടും നമുക്ക് അതിൻ്റേതായിട്ടുള്ള ABSന് അത്യാവശ്യം മാച്ചിങ് ആയിട്ടുള്ളൊരു പെർഫോമൻസുള്ള ടയർ ഇട്ടാലായിരിക്കും നമുക്ക് ആ ABSൻ്റെ പക്ക ഒരു ഫീലും ആ ഒരു ഉപയോഗം നമുക്ക് കിട്ടുക. അപ്പോൾ അതിന് പറ്റിയൊരു ടയറാണ് ഇപ്രാവശ്യം പിർലയുടെ ഏഞ്ചൽ സി ടി എന്ന് പറഞ്ഞ ടയർ ഇട്ടേക്കണേ. പിന്നെ ഇതിൻ്റെ റിയർ സസ്പെൻഷനായാലും സോഫ്റ്റ് സസ്പെൻഷനാണ്. നമുക്ക് അങ്ങനെ ബംസും കാര്യങ്ങളൊന്നും നമുക്ക് വലുതായിട്ടൊന്നും നമുക്ക് ഫീൽ ചെയ്യില്ല. നല്ല ഓഫ് റോഡോ അല്ലെങ്കിൽ നല്ല കട്ടറും കാര്യങ്ങളൊക്കെ ഉള്ളപ്പോൾ മാത്രമേ നമുക്ക് ഒരു ബോഡിയിൽ ഫീൽ ചെയ്യുള്ളൂ. അല്ലെങ്കിൽ ബാക്കി എല്ലാ ടൈപ്പുള്ള ചെറിയ അൺഈവൻ റോഡ്സും കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ ഇത് അബ്സോർബ് ചെയ്ത് എടുക്കുന്നുണ്ട് ഇതിൻ്റെ സസ്പെൻഷൻ ഫുള്ളായിട്ട്. ഇതിൻ്റെ ബ്രേക്കിംഗ് എഫിഷ്യൻസി ഒന്നും പറയാനില്ല. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇതിൻ്റെ ബ്രേക്കിംഗ് എഫിഷ്യൻസി. ഇപ്പോൾ ശരിക്കും ABSും കൂടെ വന്നപ്പോഴത്തേക്ക് ശരിക്കും കൂടിയിട്ടുണ്ട്. നമുക്ക് ക്രൂസ് ചെയ്ത് പോകണം. എത്രയിൽ ക്രൂസ് ചെയ്യണം? 120, 100 എന്താണെന്ന് വെച്ചാൽ ഈ വണ്ടി ഓക്കെയാ. ലൈക്ക് അറൗണ്ട് എനിക്ക് തോന്നുന്നു ഇപ്പോൾ 6th ഗിയറിൽ നമുക്ക് സുഖമായിട്ട് വണ്ടി ഒരു 90, 100, 110 നമുക്ക് സിമ്പിളായിട്ട് ക്രൂസ് ചെയ്തുകൊണ്ട് പോകാം. ശരിക്കും അതിന് ഒരു ബുദ്ധിമുട്ടുമില്ല. വണ്ടീനായിട്ട് വലിപ്പിക്കാനായിട്ടൊന്നും ഫീൽ ചെയ്യില്ല നമുക്ക്. പിന്നെ ഈ വണ്ടിക്ക് ഒരു ആവറേജ് മൈലേജ് എല്ലാവർക്കും കിട്ടിക്കൊണ്ടിരുന്നത് 30 to 35 ആണ്. ഹോപ്പ്ഫുള്ളി ഇത് കൂടത്തേ ഉള്ളൂ. കാര്യം FI വണ്ടിയിൽ വെയിറ്റ് കുറച്ചിട്ടുണ്ട് അവർ. അപ്പോൾ വെയിറ്റ് കുറച്ചിട്ടുണ്ടെന്ന് പറയുമ്പോഴത്തേക്കും ഇത്തിരി മൈലേജ് കൂടാനാണ് സാധ്യത ശരിക്കും. ഇതാണ് നമുക്ക് ഇപ്പോൾ ബ്ലോക്കിലൊക്കെ ആണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ വണ്ടി ഇങ്ങനെ ഫ്ലിക്ക് ചെയ്ത് നടക്കാം. കാര്യം അതിൻ്റെ ആ ഒരു രസമാണ് ഈ വണ്ടി അങ്ങനെ ഓടിക്കാൻ. ബട്ട് പ്ലീസ് ഗൈസ്, റൈഡ് സേഫ്. റൈഡിങ് ഗിയേഴ്സൊക്കെ ഉപയോഗിക്കാം മാക്സിമം. ഹെൽമെറ്റ് ഈസ് എ മസ്റ്റ്. പറ്റുവാണെങ്കിൽ ഒരു ജാക്കറ്റും ഒരു ഗ്ലൗസും ഉപയോഗിച്ച് നമ്മൾ വണ്ടി ഓടിക്കുക. നമ്മുടെ സേഫ്റ്റിയാണ് ആദ്യം. നമ്മൾ എത്ര നന്നായിട്ട് ഓടിച്ചാലും എതിരെ വന്നവൻ ചിലപ്പോൾ നന്നായിട്ട് ഓടിക്കണമെന്നില്ല. അല്ലെങ്കിൽ കൂടെ സൈഡിൽ ഓടിക്കുന്ന ആൾ നന്നായിട്ട് ഓടിക്കണമെന്നില്ല. അപ്പോൾ നമ്മുടെ സേഫ്റ്റി എപ്പോഴും നോക്കുക. വെയർ ഹെൽമെറ്റ്സ് ആൻഡ് റൈഡ് സേഫ്. യെസ്, അപ്പോൾ നമ്മൾ എടപ്പള്ളി എത്തി. കൊച്ചിയിൽ ഇപ്പോൾ ഏറ്റവും ഒരു ഭംഗിയുള്ളൊരു ഏരിയ എന്ന് പറഞ്ഞാൽ നമ്മുടെ എടപ്പള്ളി ഏരിയ തന്നെയാണ്. ഹീറ്റിംഗ് എനിക്കൊരു ഇഷ്യൂ ആയിട്ട് ഈ വണ്ടിയിൽ തോന്നിയില്ല. ഞാനിപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ കുറച്ച് ബ്ലോക്കും കാര്യങ്ങളിലൊക്കെ കിടന്നായിരുന്നു. അപ്പോൾ എനിക്ക് ഹീറ്റിംഗ് ആയിട്ട് അങ്ങനെയൊന്നും തോന്നിയില്ല. വണ്ടിയുടെ ഹീറ്റിംഗ് ചെറുതായിട്ടുണ്ട്. ബട്ട് എപ്പോഴും കറക്റ്റ് ആ സമയത്ത് തന്നെ നമുക്ക് വണ്ടിയുടെ ആ കൂളിംഗ് ഫാൻ അല്ലെങ്കിൽ ആ റേഡിയേറ്റർ സിസ്റ്റം ഇടയ്ക്കിടയ്ക്ക് അത് വർക്ക് ചെയ്തിട്ട് അതിൻ്റെ ആ ഹീറ്റ് പുറത്തേക്ക് കളയുന്നുണ്ട്. അപ്പോൾ ഹീറ്റ് പുറത്തേക്ക് കളയുമ്പോൾ നമ്മുടെ കാറിലേക്ക് ചെറുതായിട്ടൊരു ചൂടടിക്കും. ആ ചൂട് കാറ്റ് ഹീറ്റ് കളയാനില്ല. അല്ലാണ്ട് ഓവർ ഹീറ്റ് ആവണോ അല്ലെങ്കിൽ വണ്ടി ഭയങ്കരമായിട്ട് ഹീറ്റ് ആവണോ, നമുക്ക് താങ്ങാൻ പറ്റാത്ത ഹീറ്റായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല ഈ വണ്ടിയിൽ. ഈ വണ്ടിയുടെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ എല്ലാ ഡൗൺ ഷിഫ്റ്റ്സും അപ്പ് ഷിഫ്റ്റ്സും എല്ലാ കാര്യങ്ങളും നമുക്ക് കറക്റ്റ് ഏത് RPMലാണെന്ന് നമ്മുടെ RPM മീറ്ററിൽ കാണാൻ പറ്റും. കാര്യം RPM മീറ്ററിൽ ഒരു ലൈറ്റ് ഉണ്ട്, ഒരു റെഡ് ലൈറ്റ്. ഞാൻ നേരത്തെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഒരു റെഡ് ലൈറ്റ് ഉണ്ട്. ആ ലൈറ്റ് എന്ന് വെച്ചാൽ ഏത് RPMലാണോ നമ്മൾ ചേഞ്ച് ചെയ്യണം അവിടെ ആ ലൈറ്റ് പോയി നിൽക്കും. അപ്പോൾ നമ്മൾ അടുത്ത ഗിയർ നമ്മൾ ഇടുമ്പോഴത്തേക്കും നമുക്കറിയാൻ പറ്റും ഏത് RPMലാണ് നമ്മൾ ഗിയർ ഡൗൺ ചെയ്തത്, ഏത് RPMലാണ് നമ്മൾ അടുത്ത ഗിയർ ഇട്ടതെന്നൊക്കെ. ആ 5000-6000 RPM എത്തുമ്പോഴത്തേക്കും ഉണ്ടല്ലോ വണ്ടിയിൽ നിന്ന് നമുക്കൊരു ശരിക്കും ഒരു പഞ്ച് പോലെ നമുക്ക് ഫീൽ ചെയ്യും. വേറൊരു കാര്യം കൂടെ ഉണ്ട്. ദിസ് ഈസ് ദ ഫസ്റ്റ് മോജോ ടെസ്റ്റ് ഡ്രൈവ് റിവ്യൂ. ഹോപ്പ്ഫുള്ളി വേറെ ആരും ഈ റിവ്യൂ ചെയ്തിട്ടില്ല. കാര്യം ഈ വണ്ടി വേറെ എവിടെയും പോയിട്ടില്ല. നമ്മുടെ കൊച്ചിയിലാണ് ഈ വണ്ടി. പ്രോട്ടോടൈപ്പ് വണ്ടിയാണ്. ഫോർ യുവർ കൈൻഡ് ഇൻഫർമേഷൻ, ഇതൊരു പ്രോട്ടോടൈപ്പ് വണ്ടിയാണ്. ഇതല്ല ഫുള്ളി പ്രൊഡക്ഷൻ വണ്ടി. ഇതെങ്ങനത്തെ മോഡലല്ല. ഇതല്ല. ഇത്രയും കൂടെ വ്യത്യാസങ്ങൾ, ഇത്രയും കൂടെ ഇമ്പ്രൂവ്മെൻറ്റ്സ് വരാനുണ്ട്. മെയിൻലി ഞാൻ ഉദ്ദേശിക്കുന്ന ഹാൻഡിൽ ബാർസും പിന്നെ ബാക്കി അവരുടെ ഇത്രയും കൂടെ FI ട്യൂണിങ്ങും കാര്യങ്ങളിലൊക്കെ ആയിരിക്കും കൂടുതൽ ഇമ്പ്രൂവ്മെൻറ്റ് ഇനിയും വരുന്നത് ഇതിലേക്ക്.
യെസ്, നമ്മളപ്പോൾ ഇപ്പോൾ ഒരു 100-ലാണ് പോണത്. എനിക്ക് വണ്ടിക്ക് വേറെ ഒരു പ്രശ്നമോ അല്ലെങ്കിൽ നമുക്കൊരു വണ്ടീനായിട്ട് വലിപ്പിക്കുന്നതായിട്ടോ അങ്ങനത്തെ ഒരു ഫീലൊന്നും എനിക്ക് തോന്നുന്നില്ല. ശരിക്കും പറഞ്ഞാൽ വണ്ടി സിമ്പിളായിട്ട് നമുക്ക് 100-110 ഒക്കെ നമുക്ക് സിമ്പിളായിട്ട് ഇതിനെ പിടിച്ച് ക്രൂസ് ചെയ്തങ്ങ് പോവാം. നമുക്ക് വണ്ടി ഒരു ബുദ്ധിമുട്ട് കാണിക്കുന്നില്ല. പക്ഷേ റിയലി അപ്സൈഡ് ഡൗൺ ഫോക്സ് ഉണ്ടെങ്കിൽ നമുക്ക് വണ്ടി കുറച്ചും കൂടെ സ്റ്റേബിളായിട്ട് തോന്നും ഹയർ സ്പീഡ്സിൽ. കാര്യം ഫ്രണ്ടിൽ വെയിറ്റ് ഇത്തിരി കൂടുതലാണ്. നമ്മുടെ ഇപ്പോൾ ഹാൻഡിൽ ഭയങ്കര വെയിറ്റ്ലെസ് ആയിട്ട് തോന്നും. നമ്മളെ XT ഓണേഴ്സ് ഉണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാവും ഫ്രണ്ടിലെ ഒരു വെയിറ്റ് വണ്ടിയുടെ. അപ്പോൾ അങ്ങനെ നോക്കുവാണെങ്കിൽ ഈ വണ്ടിക്ക് ഫ്രണ്ടിൽ വെയിറ്റ് കുറഞ്ഞുകൊണ്ട് ഹയർ സ്പീഡ്സിൽ കുറച്ച് അത് ആ മോജോ ഓടിക്കുന്നവർക്ക് ശരിക്കും മനസ്സിലാവും. ആ കുറച്ചൊരു സ്റ്റെബിലിറ്റി വ്യത്യാസം, കുറച്ച് സ്റ്റെബിലിറ്റി കുറവായിട്ട് തോന്നും പഴയ മോജോനേക്കാളും. എൻ്റെ വേറെ കാര്യം എന്നാൽ ക്ലച്ച് ഫീൽ ആൻഡ് ഗിയർ ഷിഫ്റ്റിംഗ്. ക്ലച്ച് ഫീൽ ഈസ് ഓക്കെ, അത്ര ഹാർഡൊന്നുമല്ല. ക്ലച്ച് ഹാർഡൊന്നുമല്ല, അത്ര സോഫ്റ്റും അല്ല. ബട്ട് ഇറ്റ്സ് എ മിഡ് റേഞ്ച് ക്ലച്ച് നമുക്ക് പറയാം. ക്ലച്ച് എന്ന് പറയാൻ വേണേ നമുക്ക് അത്ര വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ആൻഡ് ദ ഗിയർ ഷിഫ്റ്റിംഗ് ഒക്കെ ഭയങ്കര സ്മൂത്താണ്. ഗിയർ ഷിഫ്റ്റിംഗ് നമുക്കൊരു പ്രശ്നമൊന്നുമില്ല. നല്ല സ്മൂത്തായിട്ടുള്ള ഗിയർ ഷിഫ്റ്റിംഗ് ആണ് വണ്ടിയുടെ. പിന്നെ വൈബ്രേഷൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ വൈബ്രേഷൻ ഉണ്ട്. ഹയർ RPMs, അതായത് ഒരു 7000 8000 RPM ഒക്കെ ആകുമ്പോഴത്തേക്കും നമ്മുടെ ചെറുതായിട്ട് കാലിൻ്റെ സൈഡിലായിട്ടും പിന്നെ ആ ഹാൻഡിൽ ബാറിൻ്റെ വെയിറ്റിൻ്റെ അറ്റത്തൊക്കെ ആയിട്ട് ചെറിയൊരു വൈബ്രേഷൻ ഉണ്ട്. അല്ലാണ്ട് വേറെ ഒന്നുമില്ല. അപ്പോൾ ടെസ്റ്റ് ഡ്രൈവ് കഴിഞ്ഞു. അപ്പോൾ ഈ ബാക്കിൽ ഇരിക്കണം ഞാനിപ്പോൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത വണ്ടി ശരിക്കും പറഞ്ഞാൽ ഒരു പ്രോട്ടോടൈപ്പ് വണ്ടിയാണ്. പ്രോട്ടോടൈപ്പ് വണ്ടി എന്ന് പറഞ്ഞാൽ ഫുള്ളി പ്രൊഡക്ഷനിൽ ഇറങ്ങാൻ പോണ വണ്ടിയുടെ മോഡലല്ല. മോഡലെന്ന് വെച്ചാൽ അതിൻ്റെ കുറച്ചും കൂടെ ഇമ്പ്രൂവ്മെൻറ്റ്സ് ചെയ്യാനുണ്ട്. അപ്പോൾ അതായത് കൊണ്ട് ഇതെല്ലാം പ്രൊഡക്ഷൻ മോഡൽ ഒരു 2 ആഴ്ച കൊണ്ട് കഴിഞ്ഞിട്ട് ഇവിടെ വരും. അപ്പോൾ ഇത് ജസ്റ്റ് ഒരു പ്രോട്ടോടൈപ്പ് വണ്ടിയുടെ എൻ്റെ ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് ഏകദേശം ഇത് തന്നെയായിരിക്കും. പക്ഷേ കുറച്ചും കൂടെ ഇമ്പ്രൂവ്മെൻറ്റ്സ് ഉണ്ടാവും ഇനി വരാൻ പോണ പ്രൊഡക്ഷൻ വണ്ടിയിലേക്ക്. വണ്ടിയുടെ വില വന്നത് ഏകദേശം 2,20,000 രൂപയായിരിക്കും. 2,15,000 16,000 അതിൽ താഴെ ആയിരിക്കും എന്തായാലും. അപ്പോൾ 2,20,000 താഴെ ആയിരിക്കും വണ്ടിയുടെ വില വരാൻ പോകുന്നത്. അപ്പോൾ കളർ അവൈലബിൾ ആയിട്ടുള്ള റെഡ്, ബ്ലൂ, ബ്ലാക്ക് ഇത്തിരി താമസം എടുക്കും. പക്ഷേ റെഡും ബ്ലൂവും പെട്ടെന്ന് തന്നെ അവൈലബിൾ ആവുന്നതായിരിക്കും. ഒരു 1.5 ആഴ്ചയ്ക്കുള്ളിൽ വണ്ടിയിലൊക്കെ വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ബുക്കിംഗ്സോ കാര്യങ്ങളോ എൻക്വയറീസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഇവിടെ നമ്പർ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഇവിടെ കോൺടാക്ട് ചെയ്താൽ മതി. നിങ്ങൾക്ക് ടെസ്റ്റ് ഡ്രൈവ് വേണമെങ്കിലും ഒരു 1.5 ആഴ്ചയ്ക്കുള്ളിൽ ടെസ്റ്റ് ഡ്രൈവ് വണ്ടിയും വരുന്നതായിരിക്കും. അപ്പോൾ അതായത് എൻ്റെ ഇന്നത്തെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ മോജോ 300 ABSും പിന്നെ ഡ്യൂക്ക് 250 ABSൻ്റെ ഒരു കമ്പാരിസൺ വീഡിയോ അല്ലെങ്കിൽ ഡ്രാഗ് വീഡിയോ ആയിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും വണ്ടി സജഷനിലുണ്ടെങ്കിൽ പ്ലീസ് ഷെയർ യുവർ തോട്ട്സ് ഇൻ ദ കമൻറ്റ് സെക്ഷൻ ബിലോ. സൈൻ ഓഫ് ചെയ്യണം. മറ്റേ നിങ്ങൾ സ്വന്തം കൊച്ചി വെച്ചാൻ. ബൈ.